ഹലോ, ഗുഡ് ഈവനിങ്. ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ 20 മാർക്കിൻ്റെ വർക്കൗട്ടാണ്. ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ് കേട്ടോ. ഇന്ന് പക്ഷേ ഇങ്ങനത്തെ കുറേ ഈ കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിലുള്ള കുറച്ച് വട്ട് ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ പാടൊന്നുമില്ല, എന്നാലും ചിലർക്കൊക്കെ കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഓക്കെ, നന്നായിട്ട് ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ചോദ്യം വീണ്ടും വരും. കാരണം ഈ ചോദ്യങ്ങൾ തന്നെ പലപ്പോഴും റിപ്പീറ്റ് അടിച്ച് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ അത് പ്രതീക്ഷിക്കുക. അത് പ്രതീക്ഷ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക. ലാസ്റ്റ് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മറക്കരുത്, കമൻറ്റ് ചെയ്യാതെ പോകരുത്. കമൻറ്റ് കാണും. എനിക്ക് ആ റെസ്പോൺസ് മസ്റ്റായിട്ട് വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഉത്തരം നോക്കുക. ഓക്കെ, സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ, പരപരാഗണം നടത്തിയിട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ, പരപരാഗണം നടത്തിയിട്ട് എന്നതാണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സ്ഡ് എക്കണോമി, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന ഏതാണ് ചോദ്യം. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം, ഏതാണ് കുട്ടികളെ? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്, സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. പഠിക്കുക, മിശ്ര സമ്പദ് വ്യവസ്ഥ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 2. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ബന്ധിപ്പിക്കപ്പെടുന്നു? അതായത് മേക്ക് ഇൻ ഇന്ത്യ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന ചോദ്യം. വളരെ സ്വാശ്രയത്വമാണ്. ഓപ്ഷൻ സി സ്വാശ്രയത്വമാണ് ആൻസർ. ഓർത്തിരിക്കുക, 2014 സെപ്റ്റംബർ മാസം 25-നാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. 2014 സെപ്റ്റംബർ മാസം 25-നാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. കുട്ടികൾ, അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തതെന്നാണ് ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ട് SCERT കൊടുത്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അവിടെ നിന്ന് ആ ചോദ്യം അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ICAR എന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് ICARന്റെ പൂർണ്ണരൂപം. ICMRന്റെ പൂർണ്ണരൂപം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നാണ്. ഇനി CISRും CSIRും ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഒരെണ്ണമാണ് ആൻസർ? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പിള്ളേരെ, പെടാത്തത് CISR ആണ്. അതായത് പെടുന്നത് CSIR ആണ്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് കേട്ടോ. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് എൻ്റെ പൂർണ്ണരൂപം. അപ്പം ICAR, ICMR, CSIR ഈ മൂന്നും ഓർത്തിരിക്കുക. ഈ ചോദ്യം ഇതേ ഓപ്ഷനിൽ ഇതേ പാറ്റേണിൽ വീണ്ടും ചോദിക്കും. അടുത്ത, ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ് കേട്ടോ. പ്രതിപക്ഷമാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. അടുത്ത, 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണെന്നാണ് ചോദ്യം. 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു ആണ് കേട്ടോ. PV സിന്ധു ആണ് ആൻസർ. ഓക്കെ, ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനു ഫക്കർ ആണ് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന വ്യക്തി. അടുത്ത, കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണ് ചോദ്യം. ഇവിടെ ഏതാണ് ആൻസർ? മാനാഞ്ചിറ തടാകമാണ്. കാരണം ഇതൊരു മനുഷ്യനിർമ്മിത തടാകമാണ്. മനുഷ്യനിർമ്മിത തടാകമാണ് ഏത്? മാനാഞ്ചിറ. ഓപ്ഷൻ എ മാനാഞ്ചിറ തടാകമാണ് ആൻസർ. അടുത്ത, താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതെന്നാണ് ചോദ്യം. ശബരിഗിരി KSEBയുടെ ഉടമസ്ഥതയിലാണ്. കുറ്റിയാടി KSEBയുടെ ഉടമസ്ഥതയിലാണ്. ഇടമലയാറും KSEBയുടെ ഉടമസ്ഥതയിലാണ്. പെരിങ്ങൽകുത്തും KSEBയുടെ ഉടമസ്ഥതയിലാണ്. അതായത് ഓപ്ഷൻ ബി ഇവയെല്ലാം എന്നതാണ് ആൻസർ. ഇനി കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മണിയാർ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന് കേട്ട് കഴിഞ്ഞാൽ കുത്തുങ്കൽ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? കുത്തുങ്കൽ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, മണിയാറാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലുത് കുത്തുങ്കലാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, 2017 ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോൽപാദനത്തിന്റെ കണക്കാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏത് വർഷം എന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചോദ്യം മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ,
ഇനി ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ നിരീക്ഷണ പാഠവുമാണ് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ നോക്കുമ്പോൾ 5.31 ടണ്ണാണ്. പക്ഷേ 2011-12 കണക്കൂടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കണക്കുണ്ടെങ്കിൽ മാത്രമേ ഈ 5.31 എന്നത് വർധനവാണോ കുറവാണോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. തന്നിട്ടുള്ളതിൽ വർധനവ് സംഭവിച്ചിരിക്കുന്നത് നോക്കിയ കുട്ടികളെ ഈ 5.24 അതായത് 2013-14 കാലഘട്ടത്തിൽ 5.22 ടൺ എന്നുള്ളത് 2014-15 കാലഘട്ടത്തിൽ 5.24 ടണ്ണായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ വർധനവ് വേറെ ഇടത്തും നമ്മൾ കാണുന്നില്ല. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 2014-15 കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കി ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി. കേരളത്തിലെ ചില ഭവന പദ്ധതികളാണിവ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതെന്നാണ് ചോദ്യം. വളരെ പുനർഗേഹമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി. ഓപ്ഷൻ എ ആണ് ആൻസർ, പുനർഗേഹം. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നതെന്ന ചോദ്യം. ഹിമാലയൻ നദികൾ, ഡെക്കാൻ നദികൾ, തീരദേശ നദികൾ, ഉൾനാടൻ നദികൾ. വളരെ ഓപ്ഷൻ ബി ഡെക്കാൻ നദികളിലാണ് നമ്മുടെ കൃഷ്ണ നദി ഉൾപ്പെടുന്നത് അല്ലെ. കൃഷ്ണ നദി നമുക്കറിയാം ഉപദ്വീപീയ നദിയാണ്. സോ ഡെക്കാൻ നദിയാണ് കേട്ടോ. അടുത്ത് സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഓപ്ഷൻ നമുക്ക് എളുപ്പമാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടതാണ് ഏത് കുട്ടികളെ ഈ പറയുന്ന സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ സുന്ദരവനം ഡെൽറ്റ എന്ന് പറയുന്ന ഭൂരൂപം അല്ലെങ്കിൽ ഭൂപ്രദേശം. ഓക്കെ അല്ലേ? ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് രൂപീകരിക്കുന്നതാണ്. ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്ന ഭാഗത്താണ് അത് രൂപം കൊള്ളുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നാണ് ചോദ്യം. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായിട്ടുള്ള ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് സ്ഥിതി ചെയ്യുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അത് എളുപ്പമുള്ളത്, പക്ഷേ എക്സാം ആളൊക്കെ ചിലപ്പോൾ ആലോചിച്ച് കൊളവാക്കികളെ. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ, പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി അധ്യക്ഷനാണ് കുട്ടികൾ. മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ചെയർമാനാണ് അല്ലെ, ചെയർമാനാണ്. കോർപ്പറേഷൻ ആകുമ്പോൾ മേയറാണ്. കോർപ്പറേഷൻ ആകുമ്പോൾ മേയറാണ് കേട്ടോ. ഈ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വാർഡ് മെമ്പർമാർ അറിയപ്പെടുന്ന പേരാണ് കൗൺസിലർ അല്ലേ. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ വാർഡ് മെമ്പർമാർ അറിയപ്പെടുന്ന പേരാണ് കൗൺസിലർമാരെന്ന്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. എവറസ്റ്റ് വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി, ആരവല്ലി പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം സിവാലിക്. ഇവയിൽ ശരിയായ ജോഡി എന്നാണ് ചോദ്യം. എവറസ്റ്റ് വിന്ധ്യാപർവ്വതം തെറ്റാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഹിമാദ്രിയിലാണ്. വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി അത് ശരിയാണ്. ആരവല്ലി പശ്ചിമഘട്ടം തെറ്റാണ്. പൂർവ്വഘട്ടം സിവാലിക്ക് അതും തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ എ കിട്ടിക്കാണും എല്ലാവർക്കും. എന്നാലും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നതാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില എന്നാണ് അതിൻ്റെ പേര്. കിലയുടെ പൂർണ്ണരൂപം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കിലയുടെ പൂർണ്ണരൂപം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് മുളങ്കുന്നത്ത് കാവ്, തൃശ്ശൂരിലാണ് കില സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കിയേ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഈ പറയുന്ന 3 നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 നദികൾ വെച്ചിട്ടാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിൽ സിന്ധു നദി ടിബറ്റ്, ഇന്ത്യ, പാകിസ്ഥാൻ 3 രാജ്യങ്ങളിലായിട്ടാണ് ഒഴുകുന്നത്. ഗംഗാ നദി ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഗംഗാ നദി ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്ര ആണെങ്കിൽ ടിബറ്റ്, ഇന്ത്യ, ബംഗ്ലാദേശ് 3 രാജ്യങ്ങളായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതായത് ഈ 3 നദികളും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നവയല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്, ഓർത്തിരിക്കുക. അടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ആവശ്യമായത് അല്ലെങ്കിൽ ആവശ്യമായവ ഏതെന്നാണ് ചോദ്യം. അത് നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യണമെങ്കിൽ, ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവില്ല, അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ള കാര്യം. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ് വേണം. ഓക്കെ, വോട്ടർ പട്ടികയിൽ പേര് വേണം. കരമൊടുക്കിയ രസീത് വേണോ? കരന്തീത്ത രസീതും കൊണ്ട് എന്തുവാ സ്റ്റേഷനിൽ ജാമ്യം എടുക്കാൻ പോണതാ? അല്ല, അത് തെറ്റാണ്. 18 വയസ്സ് പൂർത്തീകരിക്കണം കേട്ടോ. 18 വയസ്സ് പൂർത്തീകരിക്കണം. അതായത് 1, 2, 4 ഓപ്ഷൻ ബി 1, 2, 4 ആൻസർ. പഠിച്ചിരിക്കുക, ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ് കേട്ടോ.
അടുത്ത ചോദ്യം, യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സര ഇനം ഏതെന്നാണ് ചോദ്യം. പിള്ളേരെ ഓപ്ഷൻ സി ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ ആണ് യു വിമൽകുമാർ പ്രതിനിധീകരിച്ച കായിക ഇനം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ 19 ചോദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഒരു ചോദ്യം റിപ്പീറ്റ് അടിച്ച് വന്നു. സോ അപ്പോൾ അതും പോയിട്ട് 19 19 നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ്. 17+ ആണെങ്കിൽ നിങ്ങൾ എക്സലന്റ്. ഓക്കെ, ഇനി നിങ്ങൾ 15+ ആണെങ്കിൽ നിങ്ങൾ വെരി ഗുഡ്. ഓക്കെ, 15 താഴോട്ടാണ്, 13+ ആണെങ്കിൽ ഗുഡ്. 13+ ആണെങ്കിൽ ഗുഡ്. ഓക്കെ, നിങ്ങളുടെ കാറ്റഗറി ഏതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ടൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നാളെ വരാൻ പോകുന്നത്. നമുക്ക് നാളെ പൊളിക്കാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ്, ബൈ.